അരിസ്റ്റാക്കസ് ഭൂമിയാണ് കേന്ദ്രസ്ഥാനമെന്ന സിദ്ധാന്തം കൊണ്ടുവന്നതും ഏകദേശം ഇതിനടുത്ത കാലത്തായിരുന്നു. മൻസൂർ, ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. യൂക്ലിഡ് പാഠപുസ്തകം എഴുതിയതും ഇറാസിസ്താർക്കസ് സൗരയൂഥത്തെപ്പറ്റി പഠനം നടത്തിയതും ഈ സിദ്ധാന്തത്തിലുള്ള വിശ്വാസത്തിന്റെ ശക്തി കൂട്ടാൻ സഹായിച്ചു. ഭൂമിയുടെ ആകൃതിയെപ്പറ്റി ചില പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന തർക്കങ്ങളും ഏതാണ്ട് തീർന്നു വരുന്ന കാലമായിരുന്നു അത്. അങ്ങനെ മൻസൂർ, ക്ഷമിക്കണം, എനിക്ക് വല്ലാത്തൊരു തലവേദന. നമുക്കിത് നാളെ തുടർന്നാ പോരെ? എന്ന് നോക്ക. എന്തോ വല്ലാത്തൊരു തലവേദന. തത്വചിന്ത തുടങ്ങി അത് കൂടും. തലവേദന കൂടിയാ പിന്നെ ഛർദി, മോഹാലസ്യം. പിന്നെ ഇന്ന് പാഠം വേണ്ടാന്ന് വെച്ചാലോ? ആ ശരി, മൻസൂറിന് പോകാം. തലവേദനയാണത്രേ, കുഴി മടിയൻ. അതിപ്പോൾ പതിവായിരിക്കുകയാണ്. സ്വഭാവമൊക്കെ നന്ന്, നല്ല വിനയം, പക്ഷെ പഠിക്കാൻ താല്പര്യമില്ല. നല്ല താമസം, നല്ല ഭക്ഷണം, നല്ല പ്രതിഫലം. ചെറുക്കം പഠിച്ചില്ലെങ്കിൽ നമുക്കെന്താ? ഈ കിടപ്പിനി അധിക ദിവസമൊന്നും ഉണ്ടാവില്ല ഹുസൈൻ. സമയം അടുത്തു വരുന്നു. അങ്ങനെ പറയരുത്. അക്കിം പറഞ്ഞത് കുറവുണ്ടെന്നാണ്. പഠിപ്പൊക്കെ എങ്ങനെ മൻസൂർ? നന്നായി നടക്കുന്നു. ഇന്ന് വ്യാഴം. ജ്യോതിശാസ്ത്രം, തത്വദർശനം, ഗണിതം. ഇത്ര വേഗം പാഠങ്ങൾ കഴിഞ്ഞോ? ആ, അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വന്ന ഈ ഗുരുനാഥന്മാർ അതാത് വിഷയങ്ങളിലെ മഹാപണ്ഡിതന്മാരാണ്. അറിയാം. അടുത്ത് വ്യാപാര കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് നോക്കി നടത്തേണ്ടി വരും. നമ്മുടെ സ്വത്തുക്കളെ പറ്റി കൃത്യമായി അറിയാമോ? കുറച്ചൊക്കെ. എല്ലാം അറിഞ്ഞിരിക്കണം. പുറത്ത് കൃഷിസ്ഥലങ്ങളുണ്ട്, ഈന്തപ്പനത്തോട്ടങ്ങളുണ്ട്. ചുരുങ്ങിയത് 3 തലമുറയ്ക്ക് ആഘോഷമായി കഴിയാനുള്ളതെല്ലാം ഇപ്പോഴുണ്ട്. എല്ലാം അനുഭവിക്കണം, പക്ഷേ ഒന്നും അമിതമാവരുത്. സമ്പത്തും സമൃദ്ധിയുമൊക്കെ പരമകാരുണികനായ ദൈവത്തിന്റെ കനിവ് കൊണ്ടുണ്ടായതാണ്. എന്റെ മകനത് ഓർമ്മ വേണം എപ്പോഴും. എല്ലാം ഹുസൈൻ പറഞ്ഞു തരും. ഇയാൾ വെറും കാര്യസ്ഥനല്ല, കുട്ടിക്കാലം മുതൽക്കുള്ള എന്റെ കൂട്ടുകാരനാണ്. അറിയാമല്ലോ. മൻസൂർ, ശ്രദ്ധിച്ചില്ലേ? ഇങ്ങോട്ട് നിൽക്കൂ. ആയുധമൊന്നുമില്ലാതെ നടക്കുമ്പോ ചില ശത്രുക്കൾ ആക്രമിച്ചു എന്ന് കരുതുക. അതിന് അംഗരക്ഷകരുടെ ഒരു സംഘം കൂടെ ഉണ്ടായാൽ മതിയല്ലോ. കഷ്ടപ്പെട്ട് ഇതൊക്കെ പഠിക്കുന്നതിലും എളുപ്പം അതല്ലേ? അതും ഒരർത്ഥത്തിൽ ശരിയാണ്. എന്നാലും ഇന്ന് വേണ്ട, ഒരു തലവേദന. മൻസൂർ, മൻസൂർ വരൂ. അദ്ദേഹത്തിന്റെ രോഗസ്ഥിതി കുറച്ച് മോശമാണ്. വേഗം വരൂ.
ഒന്ന് വേഗം ഒരുക്കം മതി, ദർബാറിലേക്കല്ല വിളിക്കുന്നത്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു മൻസൂർ. സലാം മൻസൂർ. എന്തൊരു തീരാനഷ്ടം. ഈ നഗരം തന്നെ അനാഥമായ പോലെ. ഞങ്ങൾ ഒരാഴ്ച ബാഗ്ദാദിലായിരുന്നു. വന്നയുടൻ ഈ ദുഃഖവാർത്ത. നിങ്ങളൊക്കെ അടുത്തുള്ളവർ, ചെറിയ കുട്ടികളായിരുന്നപ്പോൾ ഒരുമിച്ച് കളിച്ചേർന്നവർ. മൺമറഞ്ഞ മഹാനോടുള്ള ആദരവ്, കടപ്പാട് പറയാൻ വാക്കുകളില്ല. സലാം അലൈക്കും. ചെറിയ തോതിൽ തുടങ്ങിയ ഈ വ്യാപാരം ഇത്ര വലുതായതിന്റെ രഹസ്യമെന്താ? ഇടപാടുകാർക്കുള്ള വിശ്വാസമാണ്, അവരുടെ തൃപ്തിയാണ് വ്യാപാരത്തിന്റെ വിജയമെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വ്യാപാരത്തിലുള്ള നമ്മുടെ സത്യസന്ധതയെ പറ്റി പറഞ്ഞു കേട്ട് പുറം നാടുകളിൽ നിന്നുകൂടി ഒരു ചെറിയ തലവേദന. ഒന്ന് പുറത്തിറങ്ങി അല്പം നടന്നിട്ട് വരാം. സെയ്ദൻവറിന്റെ പുത്രൻ അദ്ദേഹത്തെ ആരാധിച്ച നഗരവുമായി പരിചയപ്പെടണ്ടേ? സലാം ബിൻ ഹാഷിം. സലാം. ഇതാരാണെന്നറിയില്ലല്ലോ. അയ്യോ, ഇത് നമ്മുടെ കൊച്ചു മുതലാളിയല്ലേ? എന്റെ പുണ്യം, ഇവിടെ കാലുകുത്താൻ തോന്നിയത് എന്റെ പുണ്യം. മുതലാളി വന്നട്ടെ, വന്നട്ടെ മുതലാളി. ഇരുന്നട്ടെ. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സൈദൻവർ മുതലാളി. വേണ്ട 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 വേണ്ട, അത് വേണ്ട. ഇത് കുടിച്ചാട്ടെ. വേണ്ട, ഇത് സാധാരണക്കാർക്ക് കൊടുക്കാറുള്ളതല്ല, ടെഹ്റാനിലെ മുന്തിരിത്തോട്ടത്തിൽ നിന്നും വരുന്നതാണ്. പ്രത്യേക അതിഥികൾ വരുമ്പോൾ മാത്രമേ ഇത് പുറത്തെടുക്കൂ. എങ്ങനെ? വലിയ വീടുകളിൽ വളർന്നവർക്ക് മുന്തിയ വീഞ്ഞിന്റെ രുചിഭേദം തിരിച്ചറിയൂ. അപ്പുറത്തെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കണോ സലീം? കഴിഞ്ഞ ആഴ്ച ഇവന് ഒട്ടപ്പന്തയത്തിൽ 100 ദിനാർ കിട്ടി. അതൊക്കെ എന്ത് ഭാഗ്യം! 17 വയസ്സിൽ നഗരത്തിലെ ഏറ്റവും വലിയ ധനികനായ മൻസൂർ ഇരിക്കുമ്പോ ഭാഗ്യത്തെ പറ്റി പറയാൻ നമ്മളാര്? ഇതും ഈ പാവപ്പെട്ട ഹാഷിയും നടത്തുന്നതാണ്. ആളുകൾക്ക് നേരം പോക്കിന് ചിലതൊക്കെ വേണ്ടേ ഈ നഗരത്തിൽ.
കബഡി 5-50. അങ്ങനെ വരട്ടെ. അത് കണ്ടോ, എനിക്ക് ഒരുപാട് കിട്ടി. കളിക്കുന്നില്ലേ ചെറിയൊരു പന്തയം? ഈ പാവപ്പെട്ടവന്റെ സ്ഥാപനത്തിൽ കൊച്ചു മുതലാളി മൻസൂർ കളിച്ചു എന്ന് എനിക്ക് മക്കളോട് മേനി പറയാലോ. വെച്ചോളൂ. ദാ ഇവിടെ. അടിച്ചു ഭാഗ്യവാൻ. എത്ര കിട്ടി? 5-50. ഇന്നത്തെ ദിവസം ആയാലും കൊള്ളാം. വലിയ സംഖ്യ വെച്ച് ഖജാന പൊളിക്കണം, അതാ വേണ്ടത്. ദാ പിടിച്ചോളൂ, 50 ദിനാർ. കൊച്ചു മുതലാളി നോക്കുന്നില്ലേ ചെറിയൊരു പന്തയം? പിന്നെ ഒരിക്കൽ വരാം. അത് മതി. പഠിപ്പ് തുടരുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. തുടരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഉപദേശിക്കാമെന്നല്ലാതെ കൽപ്പിക്കാൻ. മൻസൂർ, നിന്റെ പഠിപ്പിന്റെ കാര്യമാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇനി വ്യാപാര കാര്യങ്ങൾ ഞാൻ നോക്കണമല്ലോ. വേണം. എന്താ സംശയം? ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞില്ലേ? ഇല്ലേ? ഉവ്വ്. ഇല്ലേ? ഇല്ലേ? അപ്പോ ഇവർക്കൊക്കെ പോകാല്ലേ? മൻസൂർ, നീ പീടികയിലേക്ക് വരുന്നില്ലേ? അവിടെ ഹുസൈൻ മാമയുണ്ടല്ലോ. ഇന്നലെ കുറച്ചു നേരം ഇരുന്നപ്പോ തന്നെ ആ പൊടിയും മണവും തട്ടി വല്ലാത്ത തലവേദന.